എൻ്റെ മാതാപിതാക്കളെ ഹജ്ജിന് വിടാൻ വേണ്ടിയിട്ട് പടം വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഓർഡറുകൾ കുറേ കിട്ടിയിട്ടുണ്ട്. ഒരു 35ഓളം ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട്. അത് വരച്ച് കൊടുത്ത കാശ് കിട്ടിയിട്ട് ഹജ്ജിന് പറഞ്ഞയക്കണം. അവളെ ഒരു ഭയങ്കര ആഗ്രഹം, അടങ്ങാത്ത ആവേശം എന്ന് പറയുന്നത് പോലെ ഒരു അടങ്ങാത്ത ആഗ്രഹമാണ് മാതാപിതാക്കളെ ഒന്ന് ഹജ്ജിന് വിടണമെന്ന്. ആളെ പറ്റിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ടാണോ ഹജ്ജ് ചെയ്യാൻ മാതാപിതാക്കളെ പറഞ്ഞയക്കുന്നത്? അത് നീ അധ്വാനിച്ച കാശുണ്ടാക്ക്. നീ അധ്വാനിച്ച് കാശുണ്ടാക്കി മാതാപിതാക്കളെ ഹജ്ജിന് പറഞ്ഞയക്ക്. അല്ലാതെ യൂട്യൂബിൽ വന്ന് കുറച്ച് ക്ലാസ് പെയിന്റിങ് കാണിച്ചിട്ട് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, അന്നേരം എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഒരു 35ഓളം പടം വരയ്ക്കാൻ. അപ്പോൾ അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാ പടവും കൃഷ്ണൻ്റെ ഒരു മുഖം, അതിൽ ജസ്നയുടെ മുഖമാണ് കാണിക്കുന്നത്. അവൾക്ക് അവളുടെ പടം നോക്കി വരയ്ക്കാനല്ലേ കഴിയുള്ളൂ. ഏത് ട്രേസ് എടുത്താലും അപ്പോൾ അവളെ മുഖല്ലേ കാണുള്ളൂ. കണ്ണാടി നോക്കി അവളോളെ മുഖല്ലേ കാണുന്നത്. അതാണോ കൃഷ്ണൻ്റെ മുഖം? കൃഷ്ണൻ പല ഭാവങ്ങളിലുണ്ടല്ലോ. അതൊന്ന് വരച്ച് കാണിക്കാൻ പറ്റുമോ ജസ്ന? പറ്റുമെങ്കിൽ അതൊന്ന് കളിച്ച് കാണിക്കേട്ടോ. കൃഷ്ണൻ്റെ പല ഭാവങ്ങളെ വരച്ച് കാണിച്ച് പെയിന്റ് ചെയ്തിട്ട് കൊണ്ടുപോവാ. പൂണൂലുള്ളൊരു പൂജാരി വന്നിട്ട് ഇവളോട് ഇത് വാങ്ങുന്നു. ഇതെന്താണ്? ഗാനഗന്ധർവൻ യേശുദാസിനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചു. അവസാനം യേശുദാസ് എന്ന മഹാൻ അത് ഒഴിവാക്കിയിട്ട് അമേരിക്കയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആള് ഭക്തൻ തന്നെയാണ്. പക്ഷെ ഗുരുവായൂരുള്ളവർ അതിന് സമ്മതിച്ചില്ലല്ലോ. പിന്നെ ജസ്ന സലീമിന് എന്താണ് അവിടെ സ്ഥാനം കൊടുത്തത്? ജസ്ന സലീം വരയ്ക്കുന്ന ആ പടം പൂണൂരിട്ട നമ്പൂതിരി കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് കണ്ടല്ലോ. ഇതൊക്കെ ഫോട്ടോഷോപ്പാണോ അതോ ഒറിജിനലാണോ? ജസ്ന സലീം എന്ന സ്ത്രീക്ക് മതമില്ല, മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ഏത് പള്ളിയിലെ ബ്രദറാണ് അരണേട്ടൻ? ജസ്ന സലീമിന് ധൈര്യം ഉണ്ടെങ്കിലേ കൃഷ്ണന്റെ പല ഭാവങ്ങളൊന്ന് വരച്ച് കാണിക്കും. ജസ്ന സലീം എന്ന സ്ത്രീ ഗുരുവായൂരിൽ വന്നിട്ട് ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നു, അവിടെ വെച്ചിട്ട് സെൽഫി എടുക്കുന്നു, അവിടുന്ന് റീൽസ് ചെയ്യുന്നു. മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക് പെണ്ണി. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചും ഒക്കെ നടക്കുന്ന നേരം കൊണ്ട് നല്ല രീതിയിൽ ജീവിച്ച് പോകാൻ നോക്ക്. എല്ലാവർക്കും പെട്ടെന്ന് കാശ് വേണം കയ്യിൽ. അതിനാരെ വേണമെങ്കിലും പറ്റിക്കും. മാതാപിതാക്കളെ ഒന്ന് ഹജ്ജിന് പറഞ്ഞയക്കാനാണേ, ഒന്ന് സഹായിക്കണേ. ഒരു കണ്ണൻ്റെ പടത്തിന് 5000 രൂപ വെച്ചാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ണനാണ്, ഒറിജിനൽ കണ്ണനാണ്. ഈ കണ്ണൻ്റെ പടം വീട്ടിൽ കൊണ്ടുവച്ചാൽ ഐശ്വര്യമാണ് എന്നാണ് അത് വാങ്ങിച്ച ചില പൊട്ടന്മാരൊക്കെ പറയുന്നത്. വര പഠിച്ചവർക്ക് വരയ്ക്കാം. അത് വരച്ചു കഴിഞ്ഞാൽ അത് ഒറിജിനലായിട്ട് ശ്രീകൃഷ്ണനെ പോലെ തന്നെ തോന്നണം. കൃഷ്ണന്റെ പടം വരച്ച് എയറിലായിട്ട് കുറേ കാലം നടന്നു. ആരാധിക്കാൻ ഒരുപാട് പേര്, ഭക്തർ അവിടെ സെൽഫി എടുക്കാനും സംസാരിക്കാനും കെട്ടിപ്പിടിക്കാനും ഷാൾ അണിയാനും ഒക്കെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. തട്ടമില്ലാത്ത ജസ്ന തട്ടം മാറ്റിയിട്ട് പടം വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തട്ടം വേണ്ട, ഞാൻ ഹിന്ദുവാണ് എന്ന് തലയിലിട്ട തട്ടത്തിനെ മാറ്റി അങ്ങോട്ട് വെച്ചാല് ഒരിക്കലും ഹിന്ദു ആവില്ല ജസ്ന. നീ എന്നല്ല, തട്ടമിടുന്നത് മുസ്ലിമാണ്. അവർ മത ആചാര പ്രകാരമാണ് അവർ നടക്കുന്നത്. ഡാൻസേഴ്സിന്റെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ഡാൻസ് കളിക്കും മുമ്പേ അവരുടെ മുഖം ഒന്നായിരിക്കും. ഡാൻസ് കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഡാൻസറുടെ മുഖം പല ഭാവങ്ങളിലോട്ട് മാറും. അതാണ് റിയൽ ഡാൻസർ. സ്കെച്ച് എടുത്തിട്ട് വരയ്ക്കാൻ ഇന്ന് എനിക്കും അറിയാം. എല്ലാവർക്കും ഒരു പടത്തിൻ്റെ സ്കെച്ച് കിട്ടിയാൽ അത് ട്രേസിംഗ് പേപ്പർ വെച്ച്
വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിരൂപം കാണാൻ പറ്റും. അതിന് അനുയോജ്യമായ പലതരം കളറുകൾ ഉണ്ടാകുമല്ലോ. കിരീടത്തിനൊരു കളറായിരിക്കും, ശരീരത്തിനൊരു കളറായിരിക്കും, കൃഷ്ണന്റെ ചേലയ്ക്ക് വേറൊരു കളറായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ഓടക്കുഴലിനൊരു കളറായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള കളറുകൾ കൊടുത്തു കഴിയുമ്പോൾ അത് ഒരു കൃഷ്ണൻ ആയി മാറും. ജസ്ന എന്ന ആ സ്ത്രീയുടെ മുഖമാണ്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്? എൻ്റെ കൊച്ചുമോൾ അതിനേക്കാൾ നന്നായിട്ട് പടം വരയ്ക്കും. 8 വയസ്സായിട്ടേ ഉള്ളൂ. അതൊന്നും ട്രേസ് പേപ്പർ വെച്ചിട്ട് എടുക്കുന്നതല്ല, അതെല്ലാം മനസ്സിലുണ്ട്. അത് നോക്കി വരയ്ക്കും, മനസ്സിൽ നിന്നും പകർത്തും പേപ്പറിലോട്ട്. അതിന് വേണ്ട കളറുകളും കൊടുക്കും.